ആരംഭിച്ച നമ്മുടെ പുതുയുഗ യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ അതിന്റെ സമാപന സമ്മേളനം ഉത്തരീകണ്ഠം മൈതാനത്ത് ബഹുമാന്യനായ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യാം. പുതുയുഗ യാത്ര എനിക്കും ജാഥ അംഗങ്ങൾക്കും വലിയൊരു അനുഭവമായിരുന്നു. ഈ സർക്കാരിനെതിരായിട്ടുള്ള അതിശക്തമായ ജനവികാരം ആ യാത്രയിൽ പ്രതിഫലിച്ചു. എല്ലാ വിഭാഗം ജനങ്ങളും UDF പ്രവർത്തകർക്കപ്പുറം സാധാരണക്കാരായ ജനങ്ങൾ ആ യാത്രയിൽ പങ്കാളികളായി. ചെറുപ്പക്കാരുടെയും സ്ത്രീകളുടെയും വലിയ പങ്കാളിത്തം ഈ യാത്രയിൽ ഉണ്ടായത് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ യാത്രയിൽ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും ഗവൺമെന്റിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേ അവസരത്തിൽ ഞങ്ങളുടെ യാത്രയുടെ ഭൂരിഭാഗവും കേരളത്തിന്റെ ഭാവിയെക്കുറിച്ചാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. LDF സർക്കാർ തകർത്തു തരിപ്പണമാക്കിയ കേരളത്തിന്റെ വിവിധ മേഖലകളിൽ ഉണ്ടാകേണ്ട മാറ്റത്തെക്കുറിച്ചാണ് ഗൌരവതരമായി കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഇതുപോലുള്ളൊരു രാഷ്ട്രീയ യാത്ര ചർച്ച ചെയ്യുന്നത്. അതിൽ ആരോഗ്യ മേഖല, വിദ്യാഭ്യാസ മേഖല, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനം, കേരളത്തിന്റെ ഭാവി, കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. ഈ യാത്രയ്ക്കിടയിൽ ഞങ്ങൾ സമഗ്രമായി തയ്യാറാക്കിയ ഒരു ആരോഗ്യ രേഖയും വിഷൻ ഡോക്യുമെന്റ്, ഉന്നത വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചൊരു വിഷൻ ഡോക്യുമെന്റും പ്രകാശനം ചെയ്യപ്പെട്ടു. 14 ജില്ലകളിലും ഇന്നിപ്പോൾ തിരുവനന്തപുരത്തുണ്ടായതുപോലെ എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ടുള്ള ആശയവിനിമയം നടത്തി. ഞങ്ങൾ യോഗത്തിൽ പൗരപ്രമുഖരെ അല്ല ക്ഷണിച്ചത്. ഞങ്ങൾ വിവിധ പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്ന, ബുദ്ധിമുട്ടുന്ന, പ്രയാസപ്പെടുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ വന്നത്. എൻഡോസൾഫാൻ ഇരകൾ ഉൾപ്പെടെ, വന്യജീവി ആക്രമണത്തിന് ഇരയായ പാവപ്പെട്ട മനുഷ്യരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഉള്ള നിരവധി ആളുകൾ വന്നു. കാർഷിക മേഖലയെ തകർച്ച, നെൽ കർഷകർ, റബ്ബർ കർഷകർ, നാളികേര കർഷകർ, പച്ചക്കറി മേഖലയിൽ, കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതെല്ലാം അവതരിപ്പിക്കപ്പെട്ടു. അതുപോലെ തന്നെ അംഗൻവാടി ടീച്ചർമാർ, ആശാ വർക്കർമാർ, പ്രീ പ്രൈമറി ടീച്ചേഴ്സ്, ലോട്ടറി തൊഴിലാളികൾ, KSRTC പെൻഷൻകാർ, പ്രീ പ്രൈമറി ടീച്ചേഴ്സ്, ഭിന്നശേഷിക്കാരായ അവരുടെ മാതാപിതാക്കൾ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് തുടങ്ങി വിവിധ മേഖലകളിലുള്ള നിരവധി ആളുകൾ, PSC റാങ്ക് ഹോൾഡേഴ്സ്, കുഞ്ഞുങ്ങൾ, റാങ്ക് ലിസ്റ്റിൽ ഫസ്റ്റ് റാങ്കിൽ ഉണ്ടായിട്ട് പോലും നിയമനം കിട്ടാത്ത പാവം കുട്ടികൾ ഉൾപ്പെടെയുള്ള ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ നിന്ന് ഈ 14 ജില്ലകളിലും പൊതുവായ വിഷയങ്ങൾ, സംസ്ഥാന വ്യാപകമായ വിഷയങ്ങൾ വന്നത് കൂടാതെ ഓരോ ജില്ലയ്ക്കും സ്പെസിഫിക് ആയിട്ടുള്ള വിഷയങ്ങൾ തയ്യാറാക്കിക്കൊണ്ട് ഓരോ ജില്ലയ്ക്കും ഞങ്ങൾ ഓരോ ഡോക്യുമെന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് 2 ദിവസത്തിനുള്ളിൽ തയ്യാറാക്കും. ബാക്കി ജില്ലകളിൽ അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. പകുതി ജില്ലകളിൽ അത് തയ്യാറായി കഴിഞ്ഞു. അപ്പൊ അത് ഓരോ ജില്ലകളുടെയും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾക്ക് മുൻഗണന കൊടുത്തുകൊണ്ട്, ഒരു പ്രയോറിറ്റി കൊടുത്തുകൊണ്ട്, അതിനൊരു ടൈം ഫ്രെയിം നിശ്ചയിച്ച് ആ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. അതുപോലെ ഈ സാമ്പത്തികമായി കേരളം തകർന്നതുകൊണ്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ വിവിധ മേഖലകളിലുണ്ട്. ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് രംഗങ്ങളിൽ ആ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതെല്ലാം ക്രോഡീകരിച്ച് സ്റ്റേറ്റ് വൈഡായിട്ടുള്ള നമ്മൾ മുൻഗണന കൊടുക്കേണ്ട വിഷയങ്ങളെല്ലാം തയ്യാറാക്കി. ഇത് UDFന്റെ മാനിഫെസ്റ്റോ തയ്യാറാക്കാനും UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ളൊരു മുൻഗണന നിശ്ചയിക്കാനും ഈ യാത്രയിലൂടെ വിവിധ തരത്തിലുള്ള ജനവിഭാഗങ്ങളുമായി നടത്തിയ ആശയവിനിമയം ഞങ്ങൾക്ക് സഹായകമായിട്ടുണ്ട്. ഞങ്ങൾക്ക് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും വലിയ പിന്തുണ ഈ യാത്രയ്ക്ക് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് ഞാൻ പ്രത്യേകമായ നന്ദി പറയുന്നു. കേരളത്തിൽ ആദ്യമായി ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്ന ഒരു രാഷ്ട്രീയ യാത്ര
കേരളത്തിന് എതിരായി നിൽക്കുന്ന വിഷയങ്ങളെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനും പറ്റി. ഇപ്പൊ വർഗീയതയ്ക്കെതിരായിട്ടുള്ള അതിശക്തമായ ഒരു നിലപാട് നമുക്ക് അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇതിനകത്ത് പറ്റി. അത് കേരളത്തിന് അത് പാടില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റി. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച്, വരാനിരിക്കുന്ന തലമുറകളെക്കുറിച്ച് അവർക്കൊരു ഹോപ്പ്, ഒരു പ്രതീക്ഷ കേരളത്തിൽ ഉണ്ടാകുന്ന തരത്തിൽ ഈ യാത്രയെ മാറ്റാൻ പറ്റി എന്നുള്ളൊരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഇന്ന് തിരുവനന്തപുരത്ത് ഈ ജാഥ സമാപിക്കുന്നത്. ഈ PRD പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് എത്രമാത്രം അധപതിപ്പിക്കാമോ എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് കണ്ടത്. ഞങ്ങൾ ഇതിനു മുമ്പൊരു കാര്യം പറഞ്ഞിരുന്നു. ചില പത്രങ്ങൾ അഡ്വർടൈസ്മെന്റ് അല്ലാതെ പണം മേടിക്കുന്നു, സർക്കാരിൽ നിന്നും CPM-ൽ നിന്നും പണം മേടിക്കുന്നു. ഇതിപ്പോ സർക്കാരിന്റെ പണമാണ്. സർക്കാരിന്റെ പണം 10 കൊല്ലം മുമ്പുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പ്രൊജക്ട് ചെയ്തുകൊണ്ടുള്ളൊരു പേജ്. രണ്ടാമത്തെ പേജ് 10 കൊല്ലം ഈ ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ മാത്രം പ്രൊജക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പേജ്. ഞാൻ ചെയ്യേണ്ട PRDയുടെ പരിമിതിക്ക് അപ്പുറത്തേക്ക് PRD പോയിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ഇതിന് മറുപടി പറയേണ്ടി വരും ഭാവിയിൽ. ഈ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ നിർദ്ദേശം കേട്ട് ഇത്തരം ഹീനമായ പ്രചരണ തന്ത്രങ്ങൾ നാട്ടുകാരുടെ പൈസ വെച്ചിട്ടാണ്, നാട്ടുകാരുടെ പണമാണ്. അവരാരും വീട്ടിൽ നിന്നല്ലത് കൊടുക്കുന്നത്. മാത്രമല്ല ഈ ഗവൺമെന്റിന്റെ പേയ്മെന്റും കൊടുക്കാൻ പോകുന്നില്ല. അടുത്ത ഗവൺമെന്റിന്റെ തലയിലാണ് ഇതിന്റെ പേയ്മെന്റ്. എന്നിട്ട് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റിന്റെ ആ കാലത്തെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് സർക്കാർ ചെലവിൽ ജനങ്ങളുടെ നികുതി പണത്തിന്റെ പേരിൽ നടത്തുന്നത് ഹീനമായ പ്രചരണമാണ്. നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് അത് ചെയ്യാൻ പാടില്ല. അതിനെതിരായിട്ട് നിയമപരമായ നടപടിയും സ്വീകരിക്കും, രാഷ്ട്രീയമായ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. ഇതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഞങ്ങൾ ഉത്തരം പറയിപ്പിക്കുകയും ചെയ്യും. ഒരു സംശയം വേണം. ഇത്രയും ഒരു തരം താണ രീതിയിലുള്ള ഒരു പ്രചരണം, ഒരു അഡ്വർടൈസ്മെന്റ് ആണ് എന്ന് പോലും തോന്നാത്ത രീതിയിലാണ് ആ പ്രചരണം നടത്തിയിരിക്കുന്നത്. അത് ചെയ്യാത്ത മാധ്യമങ്ങളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കും. ഞങ്ങൾക്കത് വേണ്ട, ആ പണം വേണ്ട. ഇത്തരം ഒരു ഹീനമായ ഒരു പ്രചരണം നടത്തി അതിന്റെ പണം ഞങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ച മാധ്യമങ്ങളെ ഞങ്ങൾ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കും. അതായത് ശരിക്കും CPM-ന്റെ മുഖപത്രമായ ദേശാഭിമാനിയുടെ ബോണ്ടാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ദേശാഭിമാനി പത്രത്തിൽ തയ്യാറാക്കിയ സംഭവമാണ് ഇത്. അങ്ങനെ തന്നെ അത് കൊടുത്തിരിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാണ് എന്ന് തോന്നുന്ന തരത്തിൽ ഒരു പരസ്യത്തിന്റെ രൂപമില്ലാതെ കൊടുത്തിരിക്കുക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പരസ്യമാണെന്ന് മനസ്സിലാവില്ല. ഇതൊരു റിയൽ വാർത്തയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന് തോന്നുന്ന തരത്തിലാണ്. അത് അഡ്വർടൈസ്മെന്റ് ചട്ടങ്ങൾക്ക് തന്നെ വിരുദ്ധമാണ്. ഞങ്ങളതിന് ലീഗലായിട്ട് നേരിടും. അഡ്വർടൈസ്മെന്റ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്, ഈ പരസ്യം കൊടുത്തിരിക്കുന്നത്. അത് സർക്കാരിന്റെ പണം, നാട്ടുകാരുടെ പണമാണ്. നമ്മുടെ നികുതി പണം ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. CPM കൊടുക്കണമെങ്കിൽ കൊടുത്തോട്ടെ, അവരെ കാശ് ഉപയോഗിച്ചപ്പോൾ ഞങ്ങൾ കൊടുക്കും. തെരഞ്ഞെടുപ്പാകുമ്പോൾ പത്രത്തിൽ പരസ്യം കൊടുക്കുക. അത് ഞങ്ങളുടെ പണം ഉപയോഗിച്ചാണ് കൊടുക്കുന്നത്, പാർട്ടിയുടെ പണം ഉപയോഗിച്ചാണ് കൊടുക്കുന്നത്. പാർട്ടി അക്കൗണ്ടിൽ നിന്നാണ് അതിലേക്ക് ഞങ്ങൾ പേയ്മെന്റ് കൊടുക്കുന്നത്. നാട്ടുകാരുടെ പൈസ ഉപയോഗിച്ചല്ല പരസ്യം നിർത്തുന്നത്. തീർച്ചയായിട്ടും അതാണല്ലോ ചെയ്യുന്നത്. ഇവർക്ക് മുന്നോട്ട് വയ്ക്കാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് പഴയ കാലത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ നെഗറ്റീവായിട്ട് നടന്നതുപോലെ ഒറിജിനലാണ് എന്ന് രീതിക്കുന്ന രീതിയിൽ പരസ്യം നടത്തുകയാണ്, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതി. അല്ല, ഞങ്ങളത് ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ എല്ലാവരുമായിട്ടും വളരെ വ്യക്തിപരമായ ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹം. ഞാൻ നിരന്തരമായി അദ്ദേഹത്തോട് സംസാരിക്കുന്ന ഒരാളാണ്. വലിയ ബഹുമാനവും ആദരവും ഉള്ള ഒരാളാണ്. ഇത് ഇപ്പൊ പറയുന്നതല്ല, പാർട്ടി വിടാൻ പോയപ്പോഴല്ല, മന്ത്രിയായിരുന്നപ്പോൾ പോലും അദ്ദേഹത്തെക്കുറിച്ച് ആദരവോടുകൂടി, ഞാനൊന്നും നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ മന്ത്രിമാർക്കും എതിരായിട്ടൊക്കെ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ആദരവോടുകൂടി അല്ലാതെ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ബഹുമാനവും ഇഷ്ടവുമാണ്, വളരെ ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ പോയാലും അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. കാരണം ഉള്ളിൽ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ചൊരു വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയും മന്ത്രിയും MLA ഒക്കെ ആയി നേതാവും ഒക്കെ ഞങ്ങൾ അദ്ദേഹം വിമർശിക്കാറുണ്ട്. എന്നാൽ പോലും അദ്ദേഹം ഞങ്ങളുടെ ഉള്ളിൽ ഒരു ബഹുമാനമുള്ള ഒരാളാണ്. ഞങ്ങൾക്ക് അദ്ദേഹത്തോട് പൂർണ്ണമായ ആദരവാണ് എല്ലാ അർത്ഥത്തിലും.
ഞാനിത് ആദ്യമായിട്ട് പറയുന്നതല്ല. ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, ഞാൻ അങ്ങനെ പൊളിറ്റിക്കലായിട്ടാണ്. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു തീരുമാനം. അദ്ദേഹത്തിന്റെ നിങ്ങൾ ഈ യാത്രയിൽ, ഞാൻ പറയാതെ പോയത് അത് പറഞ്ഞു തന്നായി, ഈ യാത്രയിലെ പ്രത്യേകത, ഞാൻ ഒരുപാട് യാത്രയിൽ, ഇപ്പൊ ജോണൊക്കെ ഒരുപാട് യാത്രയിൽ അംഗങ്ങളായിരുന്നു, ഞാൻ പല യാത്രയുടെയും മുഖ്യ സംഘാടകനായിരുന്നു. ഒരു യാത്രയിലും കാണാത്തൊരു കാര്യം, CPM-ൽ നിന്ന് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ലോക്കൽ സെക്രട്ടറിമാരുൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിലും മറ്റ് ഘടകകക്ഷികളിലും RSPയിലും ഒക്കെ ചേരുവാണ്. ഒരു നിയോജക മണ്ഡലത്തിൽ പോലും ഒരു CPM-കാരന് മെമ്പർഷിപ്പ് കൊടുക്കാതെ വന്നിട്ടില്ല. വ്യാപകമായി ഞാൻ പറഞ്ഞില്ല, CPM ശിഥിലീകരണം നേരിടുകയാണ്, ശിഥിലീകരിക്കപ്പെടുകയാണ്. LDF അതേ അവസരത്തിൽ UDF അവരുടെ ശക്തി കേന്ദ്രങ്ങളെ പ്രത്യേകിച്ച് കൂടുതൽ. കാരണം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ തളിപ്പറമ്പ് സ്ഥാനാർത്ഥിയുടെ പേര് വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്തൊരു ബഹളം. പണ്ട് നിങ്ങൾ കോൺഗ്രസിനെയല്ലേ കളിയാക്കിയിരുന്നത്, ഇത് സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ പരാതിയൊക്കെ പറയും. CPM പോലത്തെ ഒരു പാർട്ടിയിൽ ഇപ്പൊ നടക്കുന്നത് എന്താ? ഞാൻ പറയും, CPM ശിഥിലീകരിക്കപ്പെടുകയാണ്. സ്റ്റേറ്റിൽ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ശിഥിലീകരിക്കപ്പെടുകയാണ്. അതേ അവസരത്തിൽ ടീം UDF ഇപ്പുറത്ത് ഒറ്റ പാർട്ടിയെ പോലെ നിൽക്കുക. ഇന്ന് പാലക്കാട് വിമത കൺവെൻഷനാണ്. പാലക്കാട് ജില്ലയിലെ വിമത കൺവെൻഷനാണ്, വിമത പാർട്ടിക്കാരുടെ കൺവെൻഷനാണ് എല്ലാ സ്ഥലങ്ങളിലും. എത്ര പേരാണ് വരുന്നത്? അല്ല, അതൊക്കെ വരട്ടെ. അതൊക്കെ നമ്മൾ UDF ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറയാൻ പറ്റില്ലല്ലോ. UDF ചർച്ച ചെയ്തെടുക്കേണ്ട തീരുമാനങ്ങളല്ലേ. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യും. എന്താണ് ചെയ്യേണ്ടത്, നടപടി എടുക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കും. എന്തായാലും സംസ്ഥാനത്തുടനീളം തെരഞ്ഞെടുപ്പ് അടുക്കും തോറും CPM-ഉം LDF-ഉം ശിഥിലീകരിക്കപ്പെടുകയാണ് എന്ന കാര്യം യാതൊരു സംശയമില്ല. അതുകൊണ്ട് പാനിക്കായിട്ടാണ് ഇതുപോലുള്ള ഹീനമായ പരസ്യവും തന്ത്രങ്ങളും ഒക്കെ ആയിട്ട് വരുന്നത്. അതിന് ഞാൻ പ്രത്യേകം നന്ദി അവരോട് പറയുന്നു. കാരണം ഞാനൊരു PR ചെയ്യാത്ത ഒരാളാണ്. എന്റെ PR മുഴുവൻ ഇപ്പൊ CPM-ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. AKG സെന്ററിലാണ് എന്റെ PR മുഴുവൻ ചെയ്യുന്നത്. ഞാൻ ആകെ പേടിച്ചുപോയി. അവർ തമ്മിലൊരു തർക്കമുണ്ടായി, അതിലൊരു വിഭാഗത്തെ പുറത്താക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിഷമിച്ചു പോയി. കാരണം അവരെ പുറത്താക്കിയ എന്റെ കാര്യം മോശമാവും, അവരെ അറ്റാക്ക് ചെയ്യട്ടെ. അപ്പം നമ്മൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന സമയത്ത് ഭരണകക്ഷിക്ക് LDF-ന് ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി പ്രതിപക്ഷ നേതാവിന് എതിരായിട്ട് വ്യക്തിപരമായി അല്ലാതെയും എത്രയോ വികൃതമായ എന്റെ ചിത്രങ്ങളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി പ്രചരിപ്പിക്കുന്നത്. എന്റെ വികൃതമായ ചിത്രങ്ങളാണ്, വളരെ വികൃതമായ ചിത്രങ്ങൾ വരെ പ്രചരിപ്പിക്കുക. അത്രമാത്രം എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ഏറ്റവും കണ്ടാൽ കുട്ടികളൊക്കെ പേടിച്ചു പോകുന്ന തരത്തിൽ, കുട്ടികളൊക്കെ എനിക്ക് കാണാൻ ഭംഗിയില്ലെങ്കിലും കുട്ടികളൊന്നും പേടിക്കുന്നൊരു മുഖം എനിക്കില്ലല്ലോ ശരിക്കും. പക്ഷെ കുട്ടികളെ പോലും പേടിപ്പിക്കുന്ന തരത്തിൽ എന്റെ മുഖം വികൃതമാക്കിയിട്ടാണ് അത് വിടുന്നത്. ഒരു 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 മുന്നണി, ഒരു പ്രതിപക്ഷ നേതാവിനെ കുറിച്ച്. പക്ഷെ എനിക്ക് വലിയ സന്തോഷം. കാരണം എന്നോട് എല്ലാവരും പറയണത് സോഷ്യൽ മീഡിയയൊക്കെ നോക്കി എന്നെ മാത്രമേ കാണാനുള്ളെന്നാണ്. അങ്ങനെ ആക്കി തന്നതിന് സന്തോഷമുണ്ട്. അല്ല, CPM-ന് അതാകാം, കോൺഗ്രസിനാകാൻ പാടില്ല. അത്രയേ ഉള്ളൂ. CPM-ന് അതാകാം, എന്തോരം ബന്ധുക്കളുള്ള പാർട്ടിയാണ് CPM. എത്രമാത്രം ബന്ധുക്കളാണ് CPM-ലുള്ളത്. ഞാൻ പേരൊന്നും പറയുന്നില്ല. കോൺഗ്രസിൽ ഒരാള് ചാണ്ടി ഉമ്മൻ 24 മണിക്കൂറും രാജ്യം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു, നേതാവായിരുന്നു. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി, ഉമ്മൻചാണ്ടിയുടെ മോനായതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയാക്കിയെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയ ആളുകളാണ്. അവർക്കാകാം, ഇവർക്ക് എന്തോ ആകാം. മനസ്സിലായില്ലേ? വരട്ടെ, അവരൊക്കെ വരട്ടെ, വരുന്നതല്ലേ നമുക്ക് നല്ലത്. നമ്മളെ എന്തിനാ അതിനെ നിരുത്സാഹപ്പെടുത്തുന്നത്? എടാ, നമ്മളത് പാടില്ല, അത് തെറ്റാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെന്തിനാ നിരുത്സാഹപ്പെടുന്നത്? ഞങ്ങൾക്ക് നല്ലതല്ലേ അങ്ങനെയൊക്കെ അവർ ചെയ്യണത്. അല്ലല്ല, അവരുടെ പാർട്ടിയിൽ ഒരു ആരോപണമില്ലല്ലോ. അദ്ദേഹത്തിനെ പുറത്താക്കിയിട്ടൊന്നുമില്ലല്ലോ. അദ്ദേഹമല്ലേ ഇപ്പൊ രാജിവെച്ചത്, KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച അദ്ദേഹമല്ലേ. അവരുടെ പാർട്ടിയിൽ അദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ അദ്ദേഹം ആ സ്ഥാനത്ത് കണ്ടിന്യൂ ചെയ്തതും പാർട്ടിയിൽ കണ്ടിന്യൂ ചെയ്തതും.
അല്ലല്ല, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ചർച്ച ചെയ്യാം. ഞങ്ങളിപ്പോ ചർച്ച ചെയ്തിട്ടില്ല എന്നല്ലേ ഞാൻ പറഞ്ഞു. ചർച്ച ചെയ്യും, അത് വരട്ടെ. അല്ല, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനവും നേരത്തെ ആക്കാൻ ഷെഡ്യൂൾ ചെയ്തിരുന്ന. പിന്നെ ഞങ്ങൾ വൈകിപ്പിച്ചാണ്. കാരണം 22-ാം തീയതിയിലേക്ക് ഞങ്ങൾ അതിലേക്ക് കടക്കാൻ തീരുമാനിച്ചാണ്. അപ്പോഴാണ് ഇലക്ഷൻ സാധാരണ മാർച്ച് 1-നാണ് അനൗൺസ് ചെയ്യാറുള്ളത്. ഇലക്ഷൻ വൈകുവാണ്. അനിശ്ചിതത്വം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളത് മനഃപൂർവ്വം വൈകിച്ചാണ്. ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും UDF-ന്റെ സ്ഥാനാർത്ഥികൾ അപ്പോൾ പ്രഖ്യാപിക്കും. UDF-ന്റെ സീറ്റ് വിഭജനം അതിന്റെ ഫൈനൽ സ്റ്റേജിലാണ്. ഞങ്ങൾ നാളെ മിക്കവാറും കക്ഷികളുമായിട്ട് നാളെ തന്നെ തീരും. മിക്കവാറും എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, മറ്റന്നാൾ പരിപാടിയായിട്ട് എല്ലാവരും ഇവിടെ ഉണ്ട്, തീരും മിക്കവാറും. അതെല്ലാം പല സ്ഥലത്ത് വെച്ച് ചർച്ച ചെയ്ത് ഫൈനൽ രൂപത്തിലുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല, LDF മാറ്റിവെച്ചു. കാരണം അങ്ങനെ പറ്റില്ല, ഒരു മുന്നണിക്കും പറ്റില്ല. നമ്മളിത് അപകടമായി പോകും. അതുകൊണ്ട് നമ്മൾ മനഃപൂർവ്വം ഡിലേ ചെയ്യിപ്പിച്ചാണ്. പക്ഷെ നമ്മൾ ഏത് സമയത്തും പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് സജ്ജരാണ്. ഒരു കാരണവശാലും മറ്റൊരു ഘടകകക്ഷികളുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടില്ല കോൺഗ്രസ്. RSPക്ക് അനുവദിച്ചിരിക്കുന്ന സീറ്റിൽ RSP ആണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. CMPക്ക് അനുവദിച്ച സീറ്റിൽ CMP ആണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്, കോൺഗ്രസ് അല്ല. അതുപോലെ കോൺഗ്രസ് തന്നിരിക്കുന്ന സീറ്റിൽ കോൺഗ്രസ് പാർട്ടിയാണ് ആ പ്രൊസീജിയേഴ്സ് സീറ്റ് തീരുമാനിക്കുന്നത്. അതിൽ ഒരു കോൺഗ്രസ്സുകാരെ ഇടപെടാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരെ അനാവശ്യമായി അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടാൽ അത് പാർട്ടി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. അത് അതിൻ്റെതായ നടപടികൾ അവർ സ്വീകരിച്ചിട്ടുണ്ട്. അല്ലല്ല, അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലേ എവിടെയെങ്കിലും ഉണ്ടായാൽ അത് കർശനമായ നടപടി സ്വീകരിക്കും. ഞാൻ നമ്മുടെ ലൈനാ പറഞ്ഞത്, വേറൊരു പാർട്ടിക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സീറ്റിൽ അവരാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത്. അതിൽ നമുക്ക് നോ റോൾ. അല്ലല്ല, ചില സ്ഥലത്ത് ഒറ്റപ്പെട്ട വിഷയം ഉണ്ടാക്കി അത് അപ്പം തന്നെ പരിഹരിക്കുക, അത്രേ ഉള്ളൂ. ഇല്ല, അത് അപ്പം തന്നെ പരിഹരിക്കുക. പരിഹരിക്കാനുള്ള മെക്കാനിസം ഉണ്ട് UDF. നിയമപരമായും രാഷ്ട്രീയമായും നേരിടും നമ്മൾ, ഉറപ്പായും. അല്ല, സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, നാട്ടുകാരുടെ കാശ് ഉപയോഗിച്ച് പത്രത്തിൽ പരസ്യം കൊടുക്കണ്ടെന്ന് പറഞ്ഞത്. നിങ്ങൾ സോഷ്യൽ മീഡിയയിലായിക്കോ, ആയിക്കോട്ടെ 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 ആയിക്കോട്ടെ. PRDക്ക് എന്താ ജോലി? കഴിഞ്ഞ സർക്കാരിന്റെ നെഗറ്റീവ് പറഞ്ഞ് പ്രചരണം നടത്തുകയാണ്. PRDയുടെ ജോലി നാട്ടുകാരുടെ പൈസ ഉപയോഗിച്ച് അത് ചെയ്യണ്ട. CPMന്റെ പൈസ ഉപയോഗിച്ച് ഇത് ചെയ്ത് ഞങ്ങൾ വിമർശിക്കില്ലല്ലോ. CPMന് കാശുണ്ടല്ലോ, ഫണ്ടുണ്ടല്ലോ. CPMന്റെ പൈസ ഉപയോഗിച്ച് ചെയ്യേ. നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തണ്ട. അതിനെ ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. ആയിക്കോട്ടെ, അതിനെന്താ? അല്ല, പൊളിറ്റിക്സ് അങ്ങനെയല്ലേ? ലാഭത്തിലാക്കിയല്ലോ UDF ഗവൺമെന്റ്. വൈദ്യുതി ബോർഡിനെ ലാഭത്തിലാക്കി. ഇനി എങ്ങനെയാണ് ഇത്രയും വലിയ നഷ്ടം? ഇത് ചോദിച്ചുകൊണ്ട് കൂടി പറഞ്ഞുതരാം, എല്ലാവരും കേട്ടോളാം. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 25 വർഷത്തേക്ക് പുറത്തു നിന്ന് വൈദ്യുതി മേടിക്കാൻ ഒരു കരാറുണ്ടാക്കി. 4 രൂപ 29 പൈസ യൂണിറ്റിന് ആ സർക്കാർ മേടിച്ചു. 7 കൊല്ലം ഈ സർക്കാർ മേടിച്ചു. 7 കൊല്ലം പുറത്തുനിന്ന് വൈദ്യുതി ആ എഗ്രിമെന്റിന്റെ ഭാഗമായിട്ട് മേടിച്ചു. 8 കൊല്ലം കഴിഞ്ഞപ്പോ വേറെ ഒരു കമ്പനിക്ക് വൈദ്യുതി കൊടുക്കണം. അതിനുവേണ്ടി ഈ കരാർ റദ്ദാക്കി. 4 രൂപ 29 പൈസയ്ക്ക് 25 കൊല്ലത്തേക്ക് മേടിച്ചിരുന്ന കരാർ റദ്ദാക്കിയിട്ട് ഇപ്പൊ വൈദ്യുതി മേടിക്കുന്ന എത്ര രൂപയ്ക്കാണെന്നറിയോ? 8 രൂപ മുതൽ 14 രൂപ വരെ. 14 രൂപ വരെ. 8 രൂപ മുതൽ 14 രൂപ വരെ. ഒരു ദിവസം 20-25 കോടി രൂപ ഈ അഴിമതിക്ക് വേണ്ടി നഷ്ടം വരുത്തിയാണ്. വേറൊരു കമ്പനിയിൽ നിന്ന് വൈദ്യുതി മേടിച്ച് അവരുടെ കമ്മീഷൻ മേടിക്കാൻ വേണ്ടിയിട്ട് 4 രൂപ. എന്തൊരു കൊള്ളയാണ്, പകൽ കൊള്ളയാണ് വൈദ്യുതി ബോർഡിൽ നടന്നത്. 4 രൂപ 29 പൈസയ്ക്ക് 25 കൊല്ലത്തേക്ക് വൈദ്യുതി മേടിക്കാനുള്ള എഗ്രിമെന്റ് റദ്ദാക്കിയിട്ട് 8 രൂപ തൊട്ട് 14 രൂപ വരെ വൈദ്യുതി മേടിച്ച് ഈ കുഴപ്പമുണ്ടാക്കിയ ഞങ്ങൾ പറയും. പിന്നെ രാഷ്ട്രീയ നേതാക്കൾ, രാഷ്ട്രീയ പാർട്ടികൾ പ്രചരണം നടത്തുമ്പോൾ തെറ്റായിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തോ.
നിങ്ങൾ ചെയ്യുന്ന എന്താ? നിങ്ങൾ വളരെ മാന്യമായിട്ടാണ് കൈരളിക്ക് വേണ്ടിയിട്ട് എന്നോട് ചോദ്യം ചോദിച്ചത്. ഈ ചോദ്യം പോലും വളരെ മാന്യമായിട്ട് ചോദിച്ചത്. കൊല്ലത്ത് ദേശാഭിമാനിയുടെ ബ്യൂറോ ചീഫ് എന്നോട് പറഞ്ഞത്, എന്നോട് ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ചാൽ എന്നെ പ്രകോപിപ്പിക്കാനാ. നിങ്ങൾ ഉളുപ്പില്ലാതെ നുണ പറയുന്നു, ഒരു മാധ്യമ പ്രവർത്തകന്. എന്നിട്ട് എന്നെ പ്രകോപിപ്പിച്ചു മറുപടി പറയിപ്പിക്കാൻ. ഞാൻ മറുപടി പറഞ്ഞില്ല. നിങ്ങൾ ചോദിച്ചത് മാന്യമായിട്ടാണ് ചോദിച്ചത്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇച്ചിരി ഒച്ച കൂട്ടിയെന്ന് മാത്രമേ. അതൊക്കെ കറക്റ്റാണ്, നല്ല ചോദിച്ചത്. ചോദ്യം ചോദിച്ചു, ചോദ്യം ചോദിക്കാലോ, ചോദ്യം ചോദിക്കുക. പറയുന്ന വർത്തമാനമാണ് അത്. ഞാൻ ഇരുന്ന് തരുന്നതുകൊണ്ടല്ലേ. നിങ്ങളുടെ മുഖ്യമന്ത്രി അതിന് ഇരുന്ന് തരില്ലല്ലോ. മുഖ്യമന്ത്രി 50 മിനിറ്റ് സംസാരിച്ചിട്ട് ഓൾ ഇന്ത്യ റേഡിയോ ഇങ്ങോട്ട് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ, അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല. പിന്നെ 4 ചോദ്യം, 2 ചോദ്യം കൈരളിൽ നിന്നും ചോദിക്കും, 2 ചോദ്യം ദേശാഭിമാനിൽ നിന്നും ചോദിക്കും. 5ാമത്തെ ചോദ്യം ഈ പാവങ്ങൾ ആരെങ്കിലും ചോദിക്കാൻ നേരത്ത് സമയമായി എന്ന് പറയാൻ എണീക്കും. അപ്പൊ എനിക്കും സമയമായി, ഞാൻ എഴുന്നേൽക്കാം.